നമ്മൾ ഈ കണ്ട സിനിമ പത്തോടം കാണുന്ന പോലെ നമ്മൾ പോയ സ്ഥലത്തേക്ക് പത്തോടം പോകുന്നതാണ് നമ്മളെ മെയിൻ പരിപാടി. പക്ഷേ ആ പരിപാടി നമ്മൾ കുറച്ച് ദിവസം നിർത്തിയിട്ടുണ്ടായിരുന്നു. ഒരു പുതിയ സ്ഥലം എക്സ്പ്ലോർ ചെയ്യാൻ വേണ്ടി നമ്മൾ പോയി. വേറെ ഇടത്തേക്കുമല്ല, ഒരു അടിപൊളി വാട്ടർ തീം പാർക്കിലേക്കാണ്. കുറേ ആൾക്കാർ നല്ല സ്ഥലമാണ് പോകണം എന്നൊക്കെ പറഞ്ഞിട്ടാണ് നമ്മൾ പോയത്. എന്തായാലും അടിപൊളിയാണ്. കാരണം വെച്ചാൽ നല്ല ആംബിയൻസ് ആണ് അവിടെ ഉള്ളത്. നമുക്ക് നന്നായിട്ട് ആസ്വദിക്കാൻ പറ്റും എല്ലാ കാഴ്ചകളും. മിനി ഐഫൽ ടവർ ഉണ്ട്. അപ്പോൾ ഞാൻ കുറച്ച് സ്നാപ്പൊക്കെ എടുത്തിട്ട് ഫ്രണ്ട്സിനെല്ലാം അയച്ചു. ആരെങ്കിലും വിചാരിക്കുന്നുണ്ടെങ്കിൽ വിചാരിച്ചോട്ടെ പാരീസിലാണെന്നില്ല. പക്ഷെ എല്ലാവർക്കും മനസ്സിലായി കേട്ടോ, എല്ലാവർക്കും പുതിയൊക്കെ ഉണ്ട്. ഈ പാർക്കിന് പേര് ഞാൻ ലാസ്റ്റ് പറയാം കേട്ടോ. വീഡിയോ ലാസ്റ്റ് വരെ കാണാനായിട്ടൊന്നുമല്ല കേട്ടോ, നിങ്ങൾ അങ്ങനെയൊന്നും വിചാരിക്കല്ലേ. ഇതിനേക്കാൾ രസമുള്ളത് ഒരു കുറച്ച് ഇരുട്ടി കഴിഞ്ഞ് കഴിഞ്ഞാൽ, അതായത് ഒരു 6-7 മണിയൊക്കെ ആകുമ്പം നല്ല രസമാണ്. കുറേ ലൈറ്റ്സൊക്കെ ഇട്ടിട്ട് ഒരു ഊഞ്ഞാലോട് കെട്ടിയാൽ കുശാലായി ഇരുന്നാടി എല്ലാം ആസ്വദിക്കാം. കുറേ സ്ഥലത്ത് ഇങ്ങനെ ലൈറ്റൊക്കെ ഇട്ട് കാണുമ്പോൾ നമുക്ക് രസമല്ലേ. പക്ഷേ ഈ ഐഫിൽ ടവറിന്, ഈ മിനി ഐഫിൽ ടവറിന് മാത്രം ലൈറ്റ് ഇടില്ല കേട്ടോ. ശരിക്കും പാരീസിലാണെങ്കിൽ ലൈറ്റ് ഇടുമല്ലോ. അത് കാണാൻ വേണ്ടി ഞാൻ പാരീസിൽ പോയിട്ടൊന്നുമില്ല, വീഡിയോസിലെല്ലാം കണ്ടിട്ടുണ്ട്. അപ്പോൾ അതേപോലെയാണ് ഞാൻ പ്രതീക്ഷിച്ചത് രാത്രിയാകുമ്പം. പക്ഷേ ലൈറ്റ് ഇട്ടിട്ടില്ല, എന്താ പറയുക, സങ്കടമായിപ്പോയി. അപ്പോൾ നമ്മൾ ഈ വിസ്മയിലും വണ്ടർലയിലും പോയി കഴിഞ്ഞാൽ നമുക്കിവിടെ 3D സിനിമ കാണാൻ പറ്റൂലേ, അതേപോലെ ഇവിടെ ഉണ്ട് 12D സിനിമ എന്ന് പറഞ്ഞിട്ട്. അപ്പം ഞാനിങ്ങനെ 3D 12D എന്താണെന്ന് എനിക്ക് ഡൗട്ടായി പോയി. എന്താണ് സംഭവം, 12D എന്താണെന്നൊക്കെ ദിയും ചോദിച്ചിട്ടുണ്ടായിരുന്നു, എന്താണ് ഈ 12 ഡയമെൻഷനൽ. അപ്പോൾ എല്ലാവരും ഡൗട്ടായിപ്പോയി. പക്ഷെ എന്നാലും നമ്മൾ കയറി, നമുക്ക് എന്ന് ഡൗട്ടായി. പിന്നെ വേറൊരു സാധനം ഉണ്ടായിരുന്നു കേട്ടോ, ജംഗിൾ സഫാരി എന്ന് പറഞ്ഞിട്ട്. അതിങ്ങനെ നമ്മൾ നടന്നിട്ട് എക്സ്പ്ലോർ ചെയ്യേണ്ട സാധനമാണ്. അത് കുറച്ചേ ഇല്ല. അതിനേക്കാളും നല്ലത് 12D സിനിമയാണെന്ന് എനിക്ക് തോന്നുന്നത്. 12D സിനിമ 8 മിനിറ്റ് ഉണ്ട്. ഇതൊരു 2 മിനിറ്റ് കൊണ്ട് എല്ലാ പരിപാടിയും കഴിഞ്ഞ്. ഇങ്ങനെ നടന്നു പോകുമ്പോൾ ഓരോ സാധനങ്ങൾ നമ്മുടെ മുന്നിലേക്ക് ഇങ്ങനെ ജസ്റ്റ് നമ്മൾ പഠിപ്പിക്കാൻ പറ്റുന്ന അത്രയേ ഉള്ളൂ. അങ്ങനെ പേടിയൊന്നും ആവില്ല. പക്ഷേ എനിക്ക് കുറച്ച് പേടി തന്നെയാണ്. എനിക്ക് അത്ര മനക്കെട്ടിയൊന്നും ഇല്ലാത്തതുകൊണ്ടാണ്. എന്നാലും എനിക്കെല്ലാം കുറച്ച് പേടിയാണ്. ഏറ്റവും കൂളായത് അഭിയാണ്. ഏറ്റവും പേടിച്ചത് ഞാൻ. എന്താണ് ട്വിൻസ് പറഞ്ഞാൽ ഇങ്ങനെ ആയിരിക്കണം. ഓനൊന്നും പേടിച്ചിട്ടില്ല, ഞാൻ പേടിച്ചിട്ട്. നോർത്ത് ആൻഡ് സൗത്ത് എന്ന് പറയാം നമുക്ക് വേണമെങ്കിൽ. ഡിനോസറിൽ എപ്പം കണ്ടാലും ജുറാസിക് വേൾഡാണ് കേട്ടോ ഓർമ്മ വരല്. പിന്നെ ഇതാണ് നമ്മുടെ ജംഗിൾ സഫാരി, മറ്റേ 12D സിനിമയാണ്. നമുക്ക് രണ്ടെണ്ണത്തിലും കൂടി കയറണമെങ്കിൽ 150 രൂപക്ക് സെറ്റാവും ഒരാൾക്ക്. അപ്പോൾ ഒന്നിൽ കയറണമെങ്കിൽ നമുക്ക് 100 കോംബോ ഓഫറാണ് കേട്ടോ, 150 എന്ന് പറയുന്നത്. പിന്നെ എന്തെല്ലോ കളിക്കണ്ടയിൽ കയറാനെല്ലാം പറ്റും നമുക്ക്. പിന്നെ നമ്മൾ ഓൾറെഡി 150 റുപ്യക്ക് ഒരു 2 സ്ഥലത്ത് കയറിയല്ലോ, പിന്നെ കയറ്റിയിട്ടൊന്നുമില്ല, വിഷമൊന്നുമില്ല, എന്നാലും ചെറിയൊരു സങ്കടം. പിന്നെ നമുക്ക് ആദ്യമായിട്ടൊരു ഊഞ്ഞാലിരുന്ന് ആടാൻ കിട്ടി. നമ്മളെല്ലാവരും കൂടി മാറി ഇരുന്നങ്ങ് ആടി. ഈ വാട്ടർ തീം പാർക്കിൻ്റെ ലൊക്കേഷൻ വരുന്നത് വെള്ളാപ്പാണ്. പേരെന്താണെന്ന് വെച്ചാൽ വീലാൻഡ് പാർക്കാണ്. അപ്പോൾ അടിപൊളിയാണ്. ബൈ ബൈ.